ഹെവി കൂളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേസിൻ്റെ 770 FX എന്ന് പറഞ്ഞിട്ടുള്ള മെഷീനാണ്, ബാക്കോ മെഷീനാണ്. അതിലുള്ള എയർ കണ്ടീഷൻ ഫിറ്റ്മെൻറ്റാണ്. 770 FXൽ നമുക്ക് വരുന്നത് ഫിയറ്റിൻ്റെ എഞ്ചിനാണ്, അതായത് ഫിയറ്റ് പവർ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഞ്ചിനാണ് വരുന്നത്. നമുക്ക് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. ഫിയറ്റിൻ്റെ FPT അതിൻ്റെ ഏകദേശം നമുക്ക് എൻജിൻ്റെ ഹോഴ്സ് പവർ വരുന്നത് 74 HP എഞ്ചിനാണ് വരുന്നത്. അതായത് 55 kW ഉണ്ടാവും എഞ്ചിൻ. അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ തന്നെയാണ്. നമ്മൾ ചെയ്യുന്നത് റൂഫ് ടോപ്പിൽ വരുന്ന യൂണിറ്റാണ് ചെയ്യുന്നത്. ഫോർമുല എന്ന് പറഞ്ഞിട്ട് 14 സീറ്റ് ട്രാവലറിലൊക്കെ പിടിപ്പിക്കുന്ന വലിയ യൂണിറ്റാണ്. അതിൻ്റെ കറക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ 38,500 BTU ഉണ്ടാവും അതിൻ്റെ കപ്പാസിറ്റി. അതായത് 11.3 kW ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ റൂഫിൽ ക്ലാമ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാമ്പ് വെൽഡ് ചെയ്താണ് പിടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കണ്ടൻസർ 134 സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പഴയ മോഡൽ സിസ്റ്റങ്ങളുണ്ട്, 22 എന്ന് പറഞ്ഞ സിസ്റ്റമുണ്ട്, 134 സിസ്റ്റമുണ്ട്. അതിനകത്ത് 134 സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വലിയ കണ്ടൻസർ, അതായത് മൾട്ടിഫ്ലോ കണ്ടൻസറാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അതിനകത്ത് അതിൻ്റെ ഒരു പ്രഷർ സ്വിച്ചും കാര്യങ്ങൾ, അതായത് ഒരു സെൻസറൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കംപ്രസറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കംപ്രസർ 7 പിസ്റ്റൻ്റെ കംപ്രസറാണ്, കപ്പാസിറ്റിയുടെ കംപ്രസറാണ് വരുന്നത്. ബെൽറ്റ് ഡ്രൈവ് ഫാനിൻ്റെ പുള്ളിൽ നിന്ന് തന്നെയാണ് ബെൽറ്റ് ഡ്രൈവ് ഉള്ളൊരു കമ്പനി ഓപ്ഷൻ വരുന്നുണ്ട്. ബെൽറ്റ് ഡ്രൈവ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന രീതിയിൽ ഓപ്ഷൻ പുള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് ബെൽറ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് നേരെ ഡ്രൈവ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് പുള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 134 സിസ്റ്റം ആയതുകൊണ്ട് വലിയ ലോഡ് ഉണ്ടാവില്ല. മൈലേജിൽ ഷോർട്ടെന്ന് പറയാവുന്ന രീതിയിലോട്ടും ഉണ്ടാവില്ല. അപ്പോൾ കണ്ടൻസറൊക്കെ അത്രയും വലിപ്പത്തിലുള്ള കണ്ടൻസർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുക്കും. മൾട്ടിഫ്ലോ കണ്ടൻസർ ആയതുകൊണ്ട് തന്നെ ലോഡും കുറവായിരിക്കും. അത് നിങ്ങൾക്ക് മൈലേജ് ഷോർട്ടെന്ന് പറയാത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് നടക്കും. അത് കട്ട് ഓഫ് വളരെയധികം സ്പീഡപ്പായിട്ട് തന്നെ നടക്കും. അപ്പോൾ അതായത് മെഷീൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പകുതി സമയം തന്നെ കംപ്രസർ ഏകദേശം ഐഡിയലായിട്ട് തന്നെ നിൽക്കും. അതായത് 1 മിനിറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അടുത്ത 1 മിനിറ്റ് കട്ട് ഓഫ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.